ചോദ്യമല്ലേ? ഈ വിവരമുള്ള മനുഷ്യൻ ലോകത്തുള്ള ഏറ്റവും വലിയ വിവരക്കേട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യ ബുദ്ധിക്ക് യോജിക്കാത്തത് ഖുർആനും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഏകദൈവാരാധനയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. വിഗ്രഹത്തെ സൃഷ്ടിച്ച പടച്ചവനോട്, വിഗ്രഹം സൃഷ്ടിക്കാൻ ആവശ്യമായ മണ്ഡരികളെ സൃഷ്ടിച്ച പടച്ചവനോട്, കുരിശ് നിർമ്മിക്കാൻ ആവശ്യമായ മരത്തെയും മരക്കഷ്ടത്തെയും സൃഷ്ടിച്ച പടച്ചവനോട്, മക്കാമിലെ ഇവിടത്തെ മക്കാമിലെ വിവിധ മക്കാമുകൾ കെട്ടിയുയർത്താൻ ഉപയോഗിച്ച മണ്ണിനെയും അവിടെ വിരിക്കുന്ന ആ ക്ലോത്തിനെയും അഥവാ അവിടെ വിരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രത്തെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കണം. ആ പരിച്ചു കിടക്കുന്നവരോടല്ല. ആകാശത്തേക്ക് ഉയരേണ്ട കൈകളെ ഭൂമിയിലേക്ക് തിരിച്ചു പിടിപ്പിക്കുകയോ? ഇതെന്തൊരു ദുര്യോഗമാണ്! പടച്ചവനെ എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ ഘട്ടത്തിൽ അവിടുന്ന് കൈകൾ ഉയർത്തിയിട്ട് ആ കൈകളുടെ ഉയർച്ച കാരണം തോളിലുണ്ടായിരുന്ന മുണ്ട് താഴെ വീണുപോയി. അങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയ കൈകളെ ഭൂമിയിലേക്ക് തിരിച്ചു പിടിപ്പിച്ച് മരണപ്പെട്ടവരോട് പ്രാർത്ഥിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ക്രൂരന്മാർ അവരാണ്. ഈ ക്രൂരന്മാരെ കുറിച്ച്, മതരംഗത്ത് കാണിക്കുന്ന ഈ ക്രൂരതയെ കുറിച്ച് ആര് പറഞ്ഞു കൊടുക്കും? ആര് പറഞ്ഞു കൊടുക്കും സഹോദരങ്ങളെ? അതുകൊണ്ട് സൃഷ്ടാവിന് മാത്രം യോഗ്യതപ്പെട്ടത് സൃഷ്ടികൾക്ക് കൊടുത്തുകൂടാ. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത വിശ്വാസം. ഈ ഖുർആൻ എസ്പയുടെ സമാപനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറയാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മുഹമ്മദ് നബിയെ ആരാധിക്കണം. കഴിഞ്ഞു അതോടി കഥ. താനി വർഗീയത, താനി വിഭാഗീയത. ഞങ്ങൾ പറയുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കരുത്, പ്രവാചകനോട് ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കാരണം ഖുർആൻ പഠിപ്പിക്കുന്നത് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് രക്ഷ കൊടുക്കുന്നു. മലക്കുകൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി രക്ഷക്കും സമാധാനത്തിനും നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നാൽ മുസ്ലിമീങ്ങൾ ഖുർആൻ പഠിക്കാത്തത് കൊണ്ട്, പ്രവാചകചര്യ പഠിക്കാത്തത് കൊണ്ട് പ്രവാചകനോട് പ്രാർത്ഥിച്ചു പോകുന്ന ദുര്യോഗത്തിലെത്തിയിരിക്കുന്നു. അതാണ് ഈ കഴിഞ്ഞ നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടന്ന ദുരന്തപൂർണമായ അവസരങ്ങളിൽ നമ്മൾ കണ്ടത്. മഹാനായ പ്രവാചകനെ പിഞ്ചു കുട്ടികളെ കൊണ്ട് പ്രവാചകനോട് പ്രാർത്ഥിപ്പിക്കുന്നു. അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീർ. മുഹമ്മദ് നബിയെ, അങ്ങയുടെ പാവപ്പെട്ട അടിമകൾ ഇതാ യാചിക്കുന്നു, അങ്ങയുടെ മഹത്തായ ഫദ്ൽ തരണമേ. മുഹമ്മദ് നബിയുടെ അടിമകളാണ് നമ്മളൊക്കെ എന്ന ഏറ്റവും വലിയ ഖുർആൻ വിരുദ്ധ പരാമർശം മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പേര് അബ്ദുല്ലാഹ്. തർക്കണ്ടോ? ഒരു കുട്ടിക്കിടാവുന്ന ഏറ്റവും നല്ല പേര് അബ്ദുല്ലാഹ്, അള്ളാന്റെ അടിമ. മൗലിദിലോ അബ്ദുകൽ മിസ്കീനു യർജു, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമ. ഖുർആനിനെ തള്ളിയിട്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം എഴുതപ്പെട്ട മൗലിദ് കിതാബിൽ ഖുർആനിനെ തള്ളിയിട്ട് പുത്തൻവാദം സ്വീകരിക്കുന്നു. ഇത് മുസ്ലിമീങ്ങളെ കൊണ്ട് ബഹുദൈവാരാധന ചെയ്യിപ്പിക്കലാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള ഒട്ടേറെ അബദ്ധങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് നിരന്തരമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകളെ നെഞ്ചിലേറ്റിയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. അറിഞ്ഞ പണ്ഡിതന്മാരത് മറച്ചു വെക്കുന്നു. ലോകത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ കൊണ്ടാടുക എന്ന ഏർപ്പാട് ലോകത്തെന്നാണ് ആരംഭിച്ചത്? അത് ഷിയാക്കളിൽ നിന്നാണ് വന്നത്. കമ്പിൽ സംവാദം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ കാര്യം നമുക്ക് ബോധ്യമാകും. അപ്പോൾ ഷിയാക്കൾ തുടങ്ങി വെച്ചതാണ് ഈ ഏർപ്പാട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നേരിട്ട് നശിപ്പിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ജൂതന്മാർ സൃഷ്ടിച്ച സംഘമാണ് ഷിയാക്കൾ. ആ ഷിയാക്കളാണ് ബർത്ത്ഡേ ഏർപ്പാട് ലോകത്താദ്യമായി ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ മുസ്ലിം സമുദായം
ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും മെല്ലെ മെല്ലെ അകലാൻ തുടങ്ങി. അവരെ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് നിർവഹിക്കാനുള്ളത്. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച ഹദീസ് പഠിപ്പിച്ച കാര്യങ്ങള് കാലഘട്ടത്തിന് യോജിച്ചതല്ലെന്നും മതത്തെ ചോദ്യം ചെയ്യുന്ന നിലപാട് ഒരു കന്യാസ്ത്രീയോട് തളിപ്പറമ്പിലെ പൗരസമൂഹം പറയുകയാണ്, ഇവിടെ മൊത്തത്തിലുള്ള ഡ്രസ്സിങ്ങിനെതിരാണ് നിങ്ങളുടെ ഈ ഡ്രസ്സ്. അതുകൊണ്ട് തളിപ്പറമ്പിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും പിന്നെ ഹൈന്ദവരുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഡ്രസ്സ് ഒഴിവാക്കണം. നിങ്ങൾ ഈ കന്യാസ്ത്രീയുടെ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല. ലോക വാർത്തയാവില്ലേ അത്? മതത്തെ ചോദ്യം ചെയ്തു, മത ഡ്രസ്സിനെ ചോദ്യം ചെയ്തു. വാർത്തയാകണം, ചോദ്യം ചെയ്യാനും പാടില്ല. എന്നാൽ അതേ കന്യാസ്ത്രീ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, 9ാം ക്ലാസ്സിലെ മുസ്ലിം പെൺകുട്ടി വരുമ്പോൾ അവൾ മുഖവും മുൻകൈ ഒഴിച്ചുള്ള ഭാഗം മറച്ചിരിക്കുന്നു. എടുത്തു മാറ്റുന്നാലേ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂ. എടുത്തു മാറ്റിയാലേ ഈ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂ. അതെന്ത് നിയമ? കന്യാസ്ത്രീയുടെ ഡ്രസ്സിനെ പറ്റി മിണ്ടാൻ പാടില്ല. എന്നാൽ മുസ്ലിം സ്ത്രീ അവൾക്ക് നിശ്ചയിച്ച ഒരു ഡ്രസ്സ് ധരിച്ചാൽ, ഈ അങ്ങാടിയിലൂടെ ധാരാളക്കണക്കിന് വാഹനങ്ങൾ ഓടുന്നു. ശബരിമലയിലേക്ക് പോകാൻ ട്രെയിൻ സൗകര്യമുണ്ട്, ബസ് സൗകര്യമുണ്ട്, പ്രത്യേകം പ്രൈവറ്റ് വാഹനങ്ങളിൽ പോകാം, പല സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും ബഹുമാന്യരായ ചില ഹൈന്ദവ സഹോദരങ്ങൾ ചെരുപ്പ് ധരിക്കാതെ തോർത്തുമുണ്ട് മാത്രം ധരിച്ച് തലയിൽ നേർച്ച കാണിക്ക സാധനങ്ങളും വെച്ച് നടന്നു പോകുന്നു. ശബരിമല വരെ നടന്നു പോകുന്നു. അവരെ നോക്കി പറയും, എന്താ മനുഷ്യ ഒരു ചെരുപ്പിട്ടൂടെ? ഒരാൾ ചോദിക്കുകയാണ്, ഇങ്ങക്കൊരു ചെരുപ്പിട്ടൂടെ? ഇതെന്താ ഒരു തോർത്തുമുണ്ട് കൊടുത്ത് നടക്കുന്നത്? പാടുണ്ടോ? അയാളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തല. ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. വലാത്ത സുബ്ബു, അന്യ മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കുവാൻ പാടില്ല. അതുപോലെയാണ് ഒരു മുസ്ലിം സ്ത്രീ, അവൾക്ക് ഇസ്ലാം നിശ്ചയിച്ച യൂണിഫോം, അതാണ് മുൻകൈയും മുഖമൊഴിച്ചുള്ള ഭാഗം മറക്കൽ. അതുമാത്രം പിന്നോക്കത്തിന്റെയും അരാജകത്വത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഡ്രസ്സായി മാറുന്നത് എന്തുകൊണ്ട്? ആ ചോദ്യം പ്രസക്തമല്ലേ? ആ ചോദ്യം പ്രസക്തമാകണമെങ്കിൽ അഭിമാനബോധമുള്ള ലോകത്തിന്റെ സൃഷ്ടാവ് നിശ്ചയിച്ചിരിക്കുന്ന ഡ്രസ് കോഡ്, അതാണ് എനിക്കിഷ്ടം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ ലോകത്തിന്റെ സൃഷ്ടാവിന് വഴിപ്പെടുന്നവരിൽപ്പെട്ടവനാണ് എന്ന അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുമെങ്കിൽ മാത്രമേ ലോകത്തിന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച നിയമങ്ങളെ പാലിക്കുവാൻ മുസ്ലിമീങ്ങൾക്കും സാധിക്കുകയുള്ളൂ. ഇനി സഹോദരങ്ങളെ, ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാനമായ വശമാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയം. അത് പരത്തി പറയുന്നതിന് പകരം ഏറ്റവും അവസാനം വന്ന ചർച്ച ചെയ്യപ്പെടുന്ന IS കുറിച്ച് ഒരു 5 മിനിറ്റ് പറഞ്ഞാൽ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടും. അമേരിക്കക്കെതിരെ ഇറാഖ് ആസ്ഥാനമാക്കി സർക്കാവ് രൂപീകരിച്ചിട്ടുള്ളതാണ് ആദ്യകാലത്തെ IS. ആ സർക്കാവിയെ അമേരിക്ക കൊന്നു. അമേരിക്ക അദ്ദേഹത്തെ വധിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ബുദ്ധി പ്രവർത്തിച്ചു. ഈ IS ഇനി ഏറ്റെടുക്കുന്നത് നമ്മന്റെ ആളാകണം, നമ്മളാളാകണം. അതോടുകൂടി അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും തീരും. അങ്ങനെയാണ് അന്ന് ഇറാഖിലെ ബുക്ക ജയിലിൽ തടവുകാരനായി പാർക്കുന്ന കൊലയാളിയായ ഇസ്ലാമിന്റെ ഉള്ളിലെന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രു, ഇന്നത്തെ ISന്റെ തലവൻ അബൂബക്കർ ബാഗ്ദാദി, അദ്ദേഹവുമായി ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ പ്രതികളും അമേരിക്കൻ ചാരസംഘടന പ്രതികളും സംസാരിച്ചു. ആ സംസാരിച്ചുണ്ടാക്കിയ ധാരണയനുസരിച്ച് അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തു വരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നതിന്റെ തെളിവെന്താ? ഇറാഖ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്, പാവ ഗവൺമെന്റിനെ വെച്ചുകൊണ്ട്. അമേരിക്കയുടെ 7 സൈനിക ചെക്ക് പോസ്റ്റുകൾ ഒരു പ്രയാസവും ഇല്ലാതെ IS തലവനായ കൊലയാളിയായ ഇസ്ലാമിന്റെ ശത്രുവായ അബൂബക്കർ ബാഗ്ദാദിയും കൂട്ടരും വളരെ സ്പീഡിൽ അങ്ങ് കഴിഞ്ഞു പോന്നു. ഒരു അമേരിക്കൻ പട്ടാളവും തടഞ്ഞില്ല. ഇത് നമ്മോട് പറയുന്നത് കൈരളി ചാനൽ, അവരുടെ പൊളിറ്റിക്കൽ ഡെസ്ക്
ആരെയാണ് അവർ ഉദ്ധരിച്ചത്? എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൈരളി ചാനൽ ഈ വാർത്ത പുറത്തുവിട്ട്. അടുത്ത എന്റെ ചോദ്യം, ISIS ഏറ്റവും കൂടുതൽ വധിച്ചത് ആരെയാണ്? ഉത്തരം 99% മുസ്ലിമീങ്ങൾ. അപ്പൊ മുസ്ലിം തീവ്രവാദികൾ മുസ്ലിങ്ങളെയാണല്ലേ കൊല്ലുക? 99% മുസ്ലിമീങ്ങളെ കൊന്നു. എന്താ ഇസ്രായേൽ പഠിച്ചു ന്യായം എന്താണെന്നറിയോ? IS-ന്റെ തലവൻ അബൂബക്കർ ബാഗ്ദാദി പറഞ്ഞു, ഞാനാണ് ഖലീഫ. മൂപ്പര പ്രഖ്യാപിക്കുക, എന്നെ അംഗീകരിക്കാത്തവരൊക്കെ കാഫിരിങ്ങൾ. അപ്പൊ എന്തായി? അദ്ദേഹത്തെ അംഗീകരിക്കാത്ത എല്ലാ ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള ആൾക്കാരൊക്കെ കാഫിറുകളായി. അപ്പൊ മൂപ്പര് കൊന്നതാരെയാ കാഫിരിങ്ങളെ? അമേരിക്ക പഠിച്ചിട്ട് ബുദ്ധി നോക്കിയ. ഇനി നമുക്കൊരു സംശയമുള്ളൂ, സിറിയയിൽ നിന്നും വളരെ ചെറിയ ദൂരേ ഉള്ളൂ ഇസ്രായേലിലേക്ക്. അറിയാതെ പോലും ഒരു ബോംബ് ഇസ്രായേലിലേക്ക് പോയില്ല. IS-ന്റെ ഭാഗത്ത് അറിയാതെ ഒന്നും എറിഞ്ഞു പോയിട്ടുണ്ടല്ലോ? ഇല്ല, യജമാനനാ അവിടെ ഉള്ളത്. മനസ്സിലായോ? ഇനി സഹോദരങ്ങളെ, പാരീസിൽ അക്രമം നടന്നു. പാരീസ് ഗ്രൗണ്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടന്നു. ആ അക്രമത്തിൽ പിടിക്കപ്പെട്ട ചെറുപ്പക്കാരൻ, അവന്റെ പെങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ ആങ്ങള ഇന്നേ വരെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. IS-ന്റെ ഉള്ളത് ബോംബെറിയാൻ പോയതാ, പാരീസിലെ ആൾക്കാരെ കൊല്ലാൻ പോയതാ, നിസ്കരിക്കുന്ന പരിപാടി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സ്കൂളിൽ തോറ്റപ്പോ ഹരത്തിന് പോയി ചേർന്നതാത്രേ. ഇങ്ങനെ ഹരത്തിനുള്ള ഇസ്ലാം, നിസ്കരിക്കാത്തവരുള്ളതാ ഇസ്ലാം. അജ്മൽ കസബ് ബോംബെയിൽ പിടിക്കപ്പെട്ട, ബോംബെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അജ്മൽ കസബ് പിടിക്കപ്പെട്ടു. മൂത്രം പരിശോധിച്ചപ്പോ ലഹരിയുടെ അംശം വളരെ കൂടുതൽ. പ്രവാചകൻ പഠിപ്പിച്ചതോ കുല്ലു മുസ്കിരിൻ ഹംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി നിഷിദ്ധം. ഒരു മുസ്ലിമിന് ലഹരി ഉപയോഗിക്കാൻ പറ്റൂല. ഇസ്ലാമിനെ ജയിപ്പിക്കാൻ വേണ്ടി കള്ളുടിക്കുക. ഇസ്ലാം രക്ഷപ്പെടാൻ വേണ്ടി കള്ളുടിക്കുക. ഇസ്ലാമിനെ രക്ഷപ്പെടാൻ നിസ്കരിക്കാൻ സമയമല്ല, തീവ്രവാദത്തിന് പോവുക. ഇത് ഇസ്ലാമാ? ഇത് ഇസ്ലാമാണോ സഹോദരങ്ങളെ? ഈ ചോദ്യം തളിപ്പറമ്പിലെ സലഫി വേദിയിൽ വെച്ച് മാത്രമല്ല, ISIS-നെതിരെ ഏറ്റവും കൂടുതൽ ഉത്ബോധനം നടന്നത് മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലെ ഹറമിലെ, മക്കയിലെയും മദീനയിലെയും മിമ്പറുകളിൽ നിന്ന് ഒന്നിലധികം തവണ നിരന്തരമായി IS-നെതിരെ ഖുർആനും ഹദീസും ഓതി ഉത്ബോധിപ്പിച്ചു തീർന്നില്ല. ഈ കഴിഞ്ഞ ഹജ്ജിൽ അനൗദ്യോഗികമായ കണക്കനുസരിച്ച് 40 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ആ 40 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്ത ഹജ്ജിൽ സൗദി അറേബ്യയുടെ ചീഫ് മുഫ്തി ആലു ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ മിനിറ്റുകൾ മാത്രം നീണ്ടുന്ന പ്രസംഗം നെറ്റിൽ പോയാൽ നമുക്ക് കിട്ടും. അത് അറബിയിലാണല്ലോ, പരിഭാഷ അടിച്ചെടുത്ത അതും വരും. മലയാളം ഉണ്ടോന്ന് അറിയില്ല, ഇംഗ്ലീഷ് ഏതായാലും വരും. എന്താ ആലു ഷെയ്ഖിന്റെ 40 ലക്ഷം ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്? ഈ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കച്ചകെട്ട് ഇറങ്ങിയവർക്കെതിരെ ഓരോ മുസ്ലിം വ്യക്തിയും ചെയ്യാൻ പറ്റിയത് ചെയ്യണം. എവിടുന്നാ ഉത്ബോധിപ്പിക്കുന്നത്? ഹജ്ജിൽ. പക്ഷേ അത് മനോരമയുടെ ഹെഡിങ് ആയില്ല, മാതൃഭൂമിയുടെ ഹെഡിങ് ആയില്ല, ദൃശ്യമാധ്യമങ്ങളിൽ ഹെഡിങ് ആയില്ല. പോപ്പ് 14 ആളോട് സംസാരിച്ച ഫസ്റ്റ് പേജിൽ വരണ്ടെന്നല്ല, 40 ലക്ഷം സദസ്സുള്ള ഒരു പ്രസംഗം എന്തുകൊണ്ട് മീഡിയ അവഗണിച്ചു? മീഡിയ തീവ്രവാദം. ആ പ്രസംഗം ആ മനുഷ്യന്മാര് വായിച്ചാൽ IS പോയിടാ അവിടുന്ന്. ഈ ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ലാന്ന് ഹജ്ജിലാ പ്രഖ്യാപിച്ചത്. അത് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഏത് വാർത്ത വരണമെന്ന് അമേരിക്ക തീരുമാനിക്കും, ഏത് വാർത്ത വരണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കും, അല്ലേ? അല്ലെങ്കിൽ ഈ പ്രസംഗം നെറ്റിൽ പോയി കേട്ടോളൂ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് സഹോദരങ്ങളെ, IS-ന്റെ പിന്നിൽ ഇസ്ലാം അല്ല, ഇസ്ലാമിനെ നശിപ്പിട്ടോ പണി എന്താ? ഇവര് ആൾക്കാരെ കൊല്ലുക, നേരെ നിർത്തിയിട്ട് തലങ്ങനെ വെട്ടുക. ആ ചിത്രം അമേരിക്ക കണ്ടോ? ഇസ്ലാം എന്താ മനുഷ്യനത് കഴിയോ? തലങ്ങനെ വെട്ടുകല്ലേ. കാരണം ഖുർആൻ, കാരണം ഖുർആൻ. ഇപ്പണിയൊക്കെ ചെയ്യാൻ കാരണം ഖുർആൻ. ഭയങ്കര കേട്ടോ ഖുർആൻ. എന്നാൽ അപ്പുറത്തോ ഇതേ അമേരിക്കൻ പാർലമെന്റിൽ അമേരിക്ക പറയുന്നു അമേരിക്കയിലെ ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാം. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം. യൂറോപ്പിലെ ആളുകൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം. ഇതെങ്ങനെ യോജിക്കുന്നത്?
ഒരു ഭാഗത്ത് തീവ്രവാദം, ബോംബ്, ചോര, അടുക്കാൻ പറ്റൂല. ഇപ്പുറത്ത് അവരെന്നെ പറയാ പഠിക്കപ്പെടാതിരിക്കണം, ഇസ്ലാമിലേക്ക് അടുക്കാനേ പാടില്ല. അതല്ലേ ലക്ഷ്യം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കേരളത്തിലും സമാനമായ ചില പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ പരിശ്രമങ്ങള് ചരിത്രത്തിൽ ഈ കൊച്ചു പ്രസ്ഥാനം വലിയ ചില ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളെ തുറന്നു കാട്ടും ഈ പ്രസ്ഥാനം. ഇത് ആരും പ്രത്യേകമായി ഞങ്ങളുടെ അടുത്ത് വന്ന് പരിചയപ്പെടേണ്ട പ്രസ്ഥാനമല്ല. കുട്ടികളുടെ പാഠപുസ്തകം നോക്കിയാൽ ഈ പ്രസ്ഥാനത്തെ മനസ്സിലാകും. മുൻ KPCC പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇന്ന് VM സുധീരൻ ഇരിക്കുന്ന സീറ്റിൽ മുമ്പിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണിത്. കേരളത്തിന്റെ സ്പീക്കറായിരുന്ന CD സാഹിബ് പടുത്തുയർത്തിയ പ്രസ്ഥാനം, ഈ മൊയ്തു മൗലവി പടുത്തുയർത്തിയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമര സേനാനികളാൽ ഉണ്ടാക്കപ്പെട്ട വ്യാപകമാക്കപ്പെട്ട പ്രസ്ഥാനം. മൗലാന അബുൽ കലാം ആസാദ് എന്ന ഖുർആൻ പരിഭാഷ എഴുതിയ ബഹുഭാഷാ പണ്ഡിതൻ അഖിലേന്ത്യാ തലത്തിൽ ഉയർത്തിവിട്ട ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയത്തെ നെഞ്ചിലേറ്റിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ടാൽ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ജനങ്ങളോട് പ്രസംഗിച്ച പ്രസ്ഥാനം, അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദ് പ്രസ്ഥാനം 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ, ഉത്തരേന്ത്യ കത്തിയപ്പോ കേരളവും സമാനമായി കത്തിച്ച് ഇവിടെ അതിന്റെ പേരിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും രണ്ട് ചേരിയാക്കി മാറ്റി. മുസ്ലിം പാനി, ഹിന്ദു പാനി എന്ന രൂപത്തിൽ ചേരി വിതരിക്കാൻ ശ്രമമുണ്ടായി. ആ സന്ദർഭത്തിൽ ഈ തളിപ്പറമ്പിൽ പോലും മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ഹെഡിങ് വെച്ചുകൊണ്ട് വിവിധ മത രാഷ്ട്രീയ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തമ്മിൽ തല്ലേണ്ടവരല്ല നാം എന്ന വമ്പിച്ച ഉത്ബോധനങ്ങൾ, വമ്പിച്ച പ്രചാരണങ്ങൾ നടന്നിരുന്നു. അന്ന് മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിൽ അന്ന് കൂടുതൽ ചിന്തിക്കാതെ പിന്നീട് ചിന്തിച്ച ചില ആൾക്കാർ പറഞ്ഞു, മഅ്ദനിനെ എങ്ങനെയൊക്കെ എതിർക്കേണ്ട കാര്യമുണ്ട്, അബ്ദുൽ നാസർ മഅ്ദനിയെ ഈ രൂപത്തിലൊക്കെ എതിർക്കേണ്ട കാര്യമുണ്ടോ? ബാബരി മസ്ജിദിന്റെ മുകളിൽ കയറിയിട്ട് ആഞ്ഞ് ആ പള്ളി ഒന്നായിട്ട് താഴ്വിട്ട് പൊടിയാക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് ഇയാൾ അത് ശരിയല്ലെന്നും അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണമെന്നും ബദറും മുഹുദും ഒക്കെ പറഞ്ഞിട്ട് ആയത്തൊക്കെ ഓതിയിട്ട് കുറച്ച് മുസ്ലിം യുവാക്കളെ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ എതിർക്കാൻ പോകുന്നത് എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തോട് ചോദിച്ചിരുന്നു. പക്ഷെ ആ ചോദ്യത്തെ ഞങ്ങൾ അവഗണിച്ചു. എന്നിട്ട് പറഞ്ഞു, തെറ്റിനെ തെറ്റുകൊണ്ട് എതിർക്കാൻ ഖുർആനിൽ എവിടെയാ ഉള്ളത്? തെറ്റിനെ തെറ്റുകൊണ്ട് എതിർക്കാൻ ഹദീസിൽ എവിടെയാ ഉള്ളത്? അതുകൊണ്ട് പറ്റില്ല. അബ്ദുൽ നാസർ മഅ്ദനിയുടെ പ്രസംഗത്തിൽ ഒരു തുള്ളി ചോരക്ക് ഒരു കുടം ചോര, ആ പ്രസംഗം ഇസ്ലാം അല്ല ഞങ്ങൾ തുറന്നു പറഞ്ഞു. പലരും എതിർത്തെങ്കിലും തുറന്നു പറഞ്ഞു. കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ അബ്ദുൽ നാസർ മഅ്ദനി എത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നയിക്കുന്ന ഈ ഉജ്ജ്വലമായ ജിഹാദിന് ഇവിടുത്തെ ഒരു കൂട്ടരാണ് എതിര്, അവരുടെ ആസ്ഥാനമാണിത്. ഞങ്ങൾ പുളകിതമായ സമയം മുജാഹിദ് പ്രസ്ഥാനത്തെ ശക്തമായി അദ്ദേഹം കോഴിക്കോട് വെച്ച് എതിർത്തു. ഞങ്ങളത് സ്വീകരിക്കുന്നു. കാരണം അബ്ദുൽ നാസർ മഅ്ദനി പറഞ്ഞത് ഇസ്ലാമല്ല. ഭൂരിപക്ഷ തീവ്രവാദത്തെ എതിർക്കേണ്ടത് ന്യൂനപക്ഷ തീവ്രവാദം കൊണ്ടല്ല. RSSന് പകരം ISS അദ്ദേഹം ഉണ്ടാക്കി. അത് പിന്നെ എവിടെ പോയി? ആ ISS എവിടെ പോയി? PDP ആക്കി മാറ്റേണ്ടി വന്നു. 4.5 കൊല്ലം കോയമ്പത്തൂർ ജയിലിൽ കിടന്നു. ശരിയാണോ? ശരിയല്ല. ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ല. മഅ്ദനിയോടെന്നല്ല, ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ല. വിചാരണ കൂടാതെ ജയിലിൽ താമസിപ്പിക്കുക. ആ വിഷയത്തിൽ ഞങ്ങൾ മഅ്ദനിയോടൊപ്പമാണ്. അദ്ദേഹത്തെ ആശയത്തെ എതിർക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തോട് ചെയ്തത് ശരിയല്ല. അങ്ങനെ കോയമ്പത്തൂർ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി മക്കളെ, അത് പറയാൻ വൈകിപ്പോയി മഅ്ദനി എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് മാപ്പ്. കോഴിക്കോട് വെച്ച് തന്റെ ദുരന്തപൂർണമായ തീവ്രവാദ യാത്രക്കിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്തതിന് മാപ്പെന്നോണം തെറ്റുപറ്റിപ്പോയി മക്കളെ എന്ന് കോയമ്പത്തൂർ ജയിലിൽ നിന്ന് വന്നപ്പോ, അതൊരു ഇലക്ഷന്റെ സാഹചര്യത്തിലായിരുന്നു കോയമ്പത്തൂർ ജയിലിൽ നിന്ന് മഅ്ദനി വന്നത്.
അപ്പോ രാഷ്ട്രീയക്കാര് തീവ്രവാദമൊക്കെ കുറച്ച് മറന്നു. വേദിയിൽ കോടിയേരി, വേദിയിൽ അബ്ദുൽ വഹാബ് MP, മുസ്ലിം ലീഗിന്റെ ആളും വേദിയില്, CPM-ന്റെ ആളും വേദിയില്. ഇലക്ഷൻ അല്ലാത്ത കാലത്ത് ഒരു കോംപ്രമൈസും ഇല്ല തീവ്രവാദത്തിനെതിരെ. ഞങ്ങൾ പറയുന്നു, മുസ്ലിം ലീഗും CPM-ഉം ചെയ്തത് ഈ സംസ്ഥാനത്തോടും രാജ്യത്തോടും ചെയ്യുന്ന ക്രൂരതയാണ്. ആ വിഷയത്തിൽ അത് പറയാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. കോടിയേരി ബാലകൃഷ്ണന് എന്ത് അനിവാര്യതയാണ് മണിക്കൂറുകളോളം ഈ അബ്ദുൽ നാസർ മൗലവിയെ കാത്തിരിക്കേണ്ടത് എന്ന VS-ന്റെ ചോദ്യം, ആ ചോദ്യം കേരളത്തിന്റെ ചോദ്യമാണ്. അബ്ദുൽ വഹാബ് MP-ക്കെതിരെ അന്ന് യൂത്ത് ലീഗ് ചോദിച്ച ചോദ്യം അത് കേരളത്തിന്റെ ചോദ്യമാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ ചിലർ അലയൻസ് ഉണ്ടാക്കി ചിലരുമായി, ഇരിക്കൂറിൽ വേറെ ചിലർ അലയൻസ് ഉണ്ടാക്കി ചിലരുമായി, കേവലം വാർഡ് മെമ്പർ സ്ഥാനം കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ജനാധിപത്യം എന്നത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും വളർത്തുവാനുള്ള ഒരു അവസരമായി ഒരിക്കലും മാറ്റാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കി വരുന്ന ദുർവീകരണം എന്താണ്? എവിടുന്ന ഈ പശു വന്നത്? ഇപ്പൊ പശു ഇല്ലല്ലോ, ഇപ്പൊ പശുവർച്ചും പ്രശ്നമില്ലല്ലോ. ഇല്ല, എന്നാ പശു വരും, പശു തിരിച്ചു വരും. നിയമസഭാ ഇലക്ഷൻ വരട്ടെ, ലോക്സഭാ ഇലക്ഷൻ വരുമ്പോ ഒരു പശു ഇങ്ങനെ വരും തളിപ്പറമ്പിൽക്ക്. പശു, ആ ബഹുമാനപ്പെട്ട പശു. പിന്നെ ആ പശു തിന്നാൻ പാടുണ്ടോ, ദൈവമാണോ അല്ല ഇറച്ചി, ഭയങ്കര ചർച്ച. ബീഹാർ ഇലക്ഷൻ വന്നപ്പോഴാണ് ഇപ്രാവശ്യം പശു വന്നത്. ബീഹാർ നമ്മുടെ ദൈവമായ പശു, നമ്മുടെ പൊന്നു ദൈവമായ പശു. ആ പശുവിനെ വലുതാ തിന്നു തുടങ്ങിയതാ, ഇതെന്നോ തിന്നാൻ തുടങ്ങിയതാ. പക്ഷെ ഇലക്ഷൻ വരുമ്പോ ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തൽ, അങ്ങനെ ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊന്നു. പശു ഇറച്ചി തിന്നാൽ എന്തെങ്കിലും പുണ്യമുണ്ട് എന്ന് ഖുർആനിൽ നിന്നോ ഹദീസിനോ തെളിയിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. പശുവിറച്ചി തിന്നാൽ ഇന്ന ഗുണുണ്ട്, ഇന്ന പുണ്യുണ്ട് എന്ന് ഖുർആനിലോ ഹദീസിലോ ഇല്ല. എന്നാൽ പശുവിറച്ചിയുടെ മഹത്വം ഭഗവത്ഗീതയിലുണ്ട്. ഇന്ദ്രന്റെ ഇഷ്ടഭക്ഷണം ഏതാ? ഹൈന്ദവ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പരിചയമുള്ളവരോട് ചോദിക്ക്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്സാഹപൂർവം അവതരിപ്പിച്ച ഇന്ദ്രന്റെ ഇഷ്ടഭക്ഷണം പശുവിറച്ചിയാണ്. അപ്പോൾ പശുവിറച്ചി തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഭഗവത്ഗീതയെ അപമാനിക്കലാണ്. അതല്ലേ അവിടെ നടന്നത്? ഭഗവത്ഗീതയെ, ഹൈന്ദവതയെ അപമാനിച്ചു. അത് നമ്മൾ തിരിച്ചറിയുന്നതിന് പകരം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തല്ലാൻ വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്ന അജണ്ടയുടെ പിന്നാലെ നാം പോകരുത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പശുവിനെ ആരാധിക്കാൻ പറ്റൂല, എല്ലാവർക്കും അറിയാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കാൻ പാടില്ല, സൂര്യനെയും ചന്ദ്രനെ ആരാധിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ ലോകത്ത് മുഴുവൻ ജനങ്ങളുടെയും. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ധ്രുവീകരണമുണ്ടാക്കി അതിലൂടെ മുതലെടുപ്പ് നടത്തുന്നതിനെതിരെ അതിശക്തമായ ബോധവൽക്കരണം നമ്മുടെ രാജ്യത്ത് ആവശ്യമുണ്ട്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, രണ്ടാളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കേരളത്തിലെ ഒന്നാം നമ്പർ ബിസിനസ്സുകാരൻ. ബിസിനസ് എങ്ങനെയെന്ന് മൂപ്പർക്ക് നല്ലോണം അറിയാം. പക്ഷേ അദ്ദേഹം ബീഹാർ അല്ലാതെ മറന്നുപോയി. ഇത് കർണാടക അല്ല, രാജസ്ഥാൻ അല്ലാതെ മാറും. അതുകൊണ്ടാണ് മൂപ്പര് മുടിയായിട്ട് വന്നു കുടുങ്ങി. മുജാഹിദ് പ്രസ്ഥാനം ബോധവൽക്കരിച്ച് അവസാനം പിണറായി വിജയൻ പറഞ്ഞു, പ്രവാചകന്റെ മുടിക്ക് പ്രത്യേകതയുണ്ട്, കാന്തപുരത്തിന്റെ കയ്യിലുള്ളത് പ്രവാചകന്റെ മുടിയല്ല. പിണറായി വിജയൻ വരെ തേജസ് പത്രത്തിലൂടെ പ്രവാചകന്റെ തിരുകേശം അത് ബോഡി വേസ്റ്റ് ആണ് എന്നെഴുതിയ ഓത്തുള്ളക്ക് മറുപടി കൊടുക്കുന്ന വൈജ്ഞാനിക നിലവാരത്തിലേക്ക് പിണറായി വിജയനെ എത്തിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബോധവൽക്കരണത്തിന് സാധിച്ചു. പ്രവാചകന്റെ മുടി എന്റെയും നിങ്ങളെയും മുടിയെപ്പോലെ ബോഡി വേസ്റ്റ് അല്ല, ആ മുടിക്ക് പ്രത്യേകതയുണ്ട്. കാരണം പ്രവാചകൻ കൃത്യമായത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ മുടിയെ സ്വഹാബത്ത് ആരാധിച്ചിട്ടില്ല, ആ മുടിയോട് പ്രാർത്ഥിച്ചിട്ടില്ല, ആ മുടി സൂക്ഷിക്കാൻ ഒരു റൂം പോലും അവർ മാറ്റിവെച്ചിട്ടില്ല. എന്നാൽ ആ മുടിക്ക് പ്രത്യേകതയുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ മുടി കൊണ്ടുവന്നത് വ്യവസായമാക്കി മാറ്റാൻ ശ്രമിച്ച കാന്തപുരം, അദ്ദേഹം മതത്തെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൃത്യമായും തന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാണ്. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ചില താല്പര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി പോകുന്നുള്ള വേറെ കാര്യം. അത്രേ ഉള്ളൂ.
വേറൊരു ഉദാഹരണം ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിലെ ഈഴവ സമൂഹം ഇത്രമാത്രം മനസ്സിൽ ശപിക്കുന്ന ഒരു വ്യക്തിത്വം വേറെയുണ്ടോ? ശ്രീനാരായണ ഗുരു ധർമ്മ സംഘം ആൺകുട്ടികളെ പോലെ നടത്തിയ പ്രസ്താവന, വെള്ളാപ്പള്ളിയുടെ വർഗീയ ധ്രുവീകരണ യാത്രക്കെതിരെ അവരുടെ പ്രസ്താവന, അതേ ഈഴവ സമൂഹത്തെ അവരുടെ അപമാനപ്പെടുത്താൻ വേണ്ടിയുള്ള ശബ്ദത്തിനെതിരെ ഈഴവ സമൂഹത്തിൽ നിന്നും ആളുകൾ ശക്തമായി ശബ്ദിച്ചു തുടങ്ങി. അദ്ദേഹം എന്തിനാണ് കോഴിക്കോട് നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ മാൻഹോളിലേക്ക് വീണത്? ആരാണെന്നറിയാതെ, ജാതി അറിയാതെ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ മരിച്ചുപോയ അദ്ദേഹത്തിന് ധനസഹായം കൊടുത്തത് ശരിയായില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് വിവരമില്ലായിട്ടല്ല, നന്നായി വിവരമുള്ളതുകൊണ്ടാണ്. കാരണം തനിക്ക് ഒരു സ്ഥാനം കേരളീയ സമൂഹത്തിൽ കിട്ടണമെങ്കിൽ വർഗീയത കത്തിക്കലാണ്, വേറെ രക്ഷയൊന്നുമില്ല. അതുകൊണ്ടാ പറഞ്ഞത്. പക്ഷേ കോഴിക്കോട്ടെ പ്രബുദ്ധ സമൂഹം മറുപടി കൊടുത്തു. കോഴിക്കോട് മേയറുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് വിളിച്ചേർത്ത സർവകക്ഷി യോഗത്തിൽ ആ കോഴിക്കോടിന്റെ ജനാവലി ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ ആ ശബ്ദം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നൗഷാദ് കോഴിക്കോടിന്റെ പുത്രനാണ്. അത് ജോസഫ് ആയിരുന്നെങ്കിലും അത് രാമകൃഷ്ണനായിരുന്നെങ്കിലും കോഴിക്കോടിന്റെ പുത്രനാണെന്ന് കോഴിക്കോട്ടുകാർ പറഞ്ഞെങ്കിൽ അതാണ് ഇന്ത്യക്ക് ആവശ്യം, അതാണ് കേരളത്തിന് ആവശ്യം, അതാണ് തളിപ്പറമ്പിന് ആവശ്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരെ ചേരിതിരിക്കുവാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ആശയപരമായ ചില കാര്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നു. അതെന്താ? ഈ കൂടി നിൽക്കുന്ന ഈ ജനാവലി നാം സംരക്ഷണം അനുഭവിക്കുന്നത് മേലെയുള്ള ആകാശ മേലാപ്പ് നമുക്കൊന്നേയുള്ളൂ. നാം ഉപയോഗിക്കുന്ന ഭൂമി ഒന്നാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു ഒരേ വായുവാണ്. എന്റെയും നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് ബ്ലേഡ് വെച്ചാൽ പുറത്തു വരുന്ന രക്തത്തിന്റെ കളർ അത് ചുവപ്പാണ്. വേദനയുടെ രീതി അത് ഒന്നാണ്. പിന്നെ ഞാനും നിങ്ങൾ എന്തിനാ വേർപെട്ടു പോയത്? ഒരേ ഭൂമി, ഒരേ ആകാശം, ഒരേ വായു, എല്ലാം ഒന്ന്. പിന്നെ എന്തിന് നമ്മൾ വെവ്വേറെയായി? അവിടെയാണ് എന്നെയും നിങ്ങളെയും വെവ്വേറെയാക്കിയത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. അങ്ങനെ ഞാനും നിങ്ങളും വേർപെട്ടത് പടച്ചോന്റെ അടുത്തേക്ക് പോകാൻ നേരെ കഴിയൂല, നേരെ പടച്ചോന്റെ അടുത്ത് പോകാൻ പറ്റൂല. എന്താ അങ്ങനെ പറയാൻ കാരണം? പടച്ചവനെ പറ്റി മനസ്സിലാക്കിയില്ല. ഒരു ക്രൂരതയുള്ള പടച്ചവൻ, അകലെയുള്ള പടച്ചവൻ, വേറെ ആരെങ്കിലും പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന ഒരു പടച്ചോൻ. അങ്ങനെ പടച്ചവനെ അറിയാതിരുന്നപ്പോൾ അടുക്കാൻ യേശു വേണം, അടുക്കാൻ ശ്രീരാമൻ വേണം. മുസ്ലിമീങ്ങൾ അന്ധവിശ്വാസികൾക്ക് ശൈഖന്മാര് വേണം, തങ്ങന്മാര് വേണം, ബീവിമാര് വേണം. ഇതല്ലേ എന്നെയും നിങ്ങളെയും വേർപെടുത്തിയത്? ലളിതമായ ഒരു സന്ദേശം മുജാഹിദ് പ്രസ്ഥാനം അവരുടെ നേതാക്കന്മാർ ആലോചിച്ചുണ്ടാക്കിയ ആശയമല്ല. ഖുർആനിൽ നിന്ന് പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ജനങ്ങളെ, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി മാറ്റിയത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങളിൽ ഉത്തമർ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണ്. ആ പടച്ചോൻ പറയുന്നു, ജനങ്ങളെ, ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച പടച്ചവനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച പടച്ചവനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ എന്ത് വേണം? മനുഷ്യനും പടച്ചവനും ഇടക്കുള്ള മതിൽക്കെട്ടുകളെ എടുത്തു മാറ്റൂ. യേശുവിനെ മാറ്റിവെക്ക്. കാരണം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുവിനെ ആരെങ്കിലും ആരാധിച്ചോ? യേശു ജനിക്കും മുമ്പ്, യേശു ജനിക്കുമ്പോൾ ആകാശം ഇവിടെയുണ്ട്, ഭൂമി ഇവിടെയുണ്ട്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ജനിച്ചു വരുമ്പോൾ അവർ ആ കഥപ്രകാരം തന്നെ ആകാശവും ഭൂമിയും ഇവിടെയുണ്ട്. മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ കടൽ ഇവിടെയുണ്ട്, സൂര്യൻ ഇവിടെയുണ്ട്. ആരുണ്ടാക്കി? ആ പടച്ചോനെ ആരാധിക്കുക. പടച്ചവന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ ഒരാളുടെയും ആവശ്യമില്ല. അപ്പൊ നമ്മളെല്ലാരും ഒന്നായി. നമ്മളെ വേർപെടുത്താൻ ശ്രമിക്കുന്ന ഇടയ്ക്ക് വ്യത്യസ്ത ആളെ വെക്കുമ്പോ വെച്ച ആൾക്കനുസരിച്ച് മതം മാറിപ്പോയി. എല്ലാരും ഒഴിവാക്കി കളയാ. യേശുവിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുവീൻ, മുഹമ്മദ് നബിയുടെ സൃഷ്ടാവിനെ ആരാധിക്കുവീൻ, ശ്രീരാമന്റെ സൃഷ്ടാവിനെ ആരാധിക്കുവീൻ, സൂര്യന്റെ സൃഷ്ടാവിനെ ആരാധിക്കുവീൻ. ഇതിലെന്താ കുഴപ്പം? കുഴപ്പമില്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു.
അതിനുള്ള അവകാശം നമുക്കുണ്ട്. ഭരണഘടന ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, അത് ആചരിക്കാൻ, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ശരി. വേറെ ചില ആൾക്കാർ പറയും അവനവൻ്റേത് മാത്രമാണ് ശരി എന്ന് പറയൽ ആ പ്രശ്നമല്ല, അത് ആത്മാർത്ഥതയാണ്. അത് ആത്മാർത്ഥതയാ. അവനവൻ്റേത് മാത്രമാണ് ശരി എന്ന് പറയൽ ആത്മാർത്ഥതയാ. ഒരു മാർക്സിസ്റ്റാൻ പറയാ ഇന്ത്യന്റെ രക്ഷക്ക് BJP ആണ് കുഴപ്പമൊന്നുമില്ല, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സസ്പെൻഷൻ വന്നിട്ടുണ്ടാവും. പാർട്ടിയെ പ്രതികരിച്ച് തളിപ്പറമ്പ് പോയിട്ട് ഇന്ത്യന്റെ രക്ഷക്ക് BJP പ്രശ്നമല്ല, സസ്പെൻഷൻ ഡിസ്മിഷൻ വരൂലേ? അയാൾ പറയേണ്ടത് ഇന്ത്യന്റെ രക്ഷക്ക് CPM അല്ലാതെ രക്ഷയില്ലെന്നാ അല്ലേ? അതേപോലെ സഹോദരങ്ങളെ, ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയാം, പക്ഷേ ഇസ്ലാം അല്ലാത്ത ഒന്നും നിലനിൽക്കരുതെന്ന് പറയരുത്. ഹൈന്ദവത മാത്രമാണ് ശരി, അതുകൊണ്ട് വായിച്ചോളൂ, നിങ്ങളൊക്കെ ഹൈന്ദവരാകൂ, പറയാം, കുഴപ്പമില്ല. ഹൈന്ദവതയല്ലാത്ത ഒന്നും നിലനിൽക്കരുത്, ഹൈന്ദവത സ്വീകരിച്ചില്ലേ കാണിച്ചരും പറയാൻ പാടില്ല. അത് തന്നെയാണ് ക്രൈസ്തവരുടെ കാര്യം. അതുകൊണ്ട് ഇസ്ലാം നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ചെറിയ പരിശ്രമമായി ഇവിടെ നടത്തിയത്. കൂടുതൽ അറിയാൻ അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 13, 14 തീയതികളിൽ കോഴിക്കോട് സ്വപ്ന നഗരിയിൽ നടക്കുന്ന മനുഷ്യ മഹാസമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് ധാരാളക്കണക്കിന് വാഹനങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. നിങ്ങളെയും ക്ഷണിക്കുന്നു ആ സീറ്റിൽ ഇരിക്കാൻ, മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ, മനുഷ്യന്റെ സ്രഷ്ടാവിനെ, അതെ, കാതോർക്കുക സ്രഷ്ടാവിന്, കാതോർക്കുക സ്രഷ്ടാവിന്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പടച്ചോനെ പറ്റി അറിയാൻ. വൈവിധ്യങ്ങളായ സെഷനുകളിലൂടെ അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ഒരുങ്ങുകയാണ്. നിങ്ങളെല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നതോടൊപ്പം സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറയേണ്ടുന്ന ഒരു ഘട്ടമുണ്ട്. ആ മരണം നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ അടുത്ത് വരും. ആ മരണത്തിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറാവുക. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരീ സഹോദരന്മാരോട് പറയാനുള്ളത്, മറ്റുള്ളവർ പഠിച്ചെത്തിച്ചേരുന്ന ഈ ഖുർആൻ ഞാനും നിങ്ങളും പഠിക്കണം. തളിപ്പറമ്പ് സലഫി പള്ളിയുമായും മദ്രസയുമായി ബന്ധപ്പെട്ടും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ പുരുഷന്മാർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. കുട്ടികൾക്കുള്ള CRE സംവിധാനമുണ്ട്. വെക്കേഷനിൽ പ്രത്യേകമായ പഠന സംവിധാനമുണ്ട്. അവയെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്ക് പരിചയമുള്ള എല്ലാവരെയും സ്രഷ്ടാവിന്റെ വചനങ്ങൾക്ക് കാതോർക്കാൻ കോഴിക്കോട്ടേക്ക് നമ്മൾ എല്ലാവരും ക്ഷണിക്കുക. അതോടൊപ്പം സഹോദരങ്ങളെ, സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ആ യൂണിഫോം നമ്മൾ വാങ്ങിക്കൊടുക്കും. വെള്ള ബുധനാഴ്ച എന്നാ വെള്ള, സോക്സും ഷൂവും വേണം, ആ സോക്സും ഷൂവും. 9:30 മണിക്ക് ക്ലാസ് തുടങ്ങും. 9:30 മണിക്ക് കുട്ടികൾ റെഡി, രാവിലെ പടച്ച് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി 10 മണിക്ക് റെഡി അല്ലേ? ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ എന്തൊരു ശ്രദ്ധയാ. കടയിൽ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ മുതലാളി ചീത്ത പറയും. കൃത്യസമയത്ത് അവിടെ പടച്ചോൻ പറഞ്ഞു 5:55 സുബൈ ജമാഅത്ത്. എന്ത് 5:55? സ്ത്രീകൾ മുൻകൈയും മുഖം വാങ്ങി മറക്കണം. എന്ത് മുൻകൈയും മുഖം? അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ദുനിയാവിന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാ നോക്കൂ. എന്നാൽ ശാശ്വതമായ ജീവിതത്തിന്റെ കാര്യത്തിൽ റബ്ബ് നമുക്ക് ഇറക്കി തന്ന നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണ്. ആരെങ്കിലും നന്ദി ചെയ്താൽ, നന്മയുടെ നിലപാട് സ്വീകരിച്ചാൽ അവൻ അവനോട് തന്നെ, അവൾ അവളോട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടുതൽ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ പരിസര പ്രദേശങ്ങളിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി നടക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിച്ചു പോവുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ചെയ്തവരെ, നിങ്ങൾ കൂടി നടത്തേണ്ട എക്സ്പോ ആണിത്. നമ്മൾ ഒന്നിച്ച് നടത്തേണ്ട പ്രവർത്തനമാണിത്. അതുകൊണ്ട് ലോകത്ത് സ്രഷ്ടാവ് പൊറുക്കാത്ത ദുരാരോപണങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ലോകത്തിന്റെ സ്രഷ്ടാവിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നാം ഒന്നിച്ചു മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.